റോയ്ചായ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിയമസഭയിലേക്കുള്ള വരവും എ ഗ്രൂപ്പിൻ്റെ ഒരു പുനരുജ്ജീവനവും തമ്മിൽ ഭയങ്കരമായ ബന്ധമുണ്ടെന്നാണ് ഒരു ചർച്ച. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുക. അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ, വസ്തുതാപരമായ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ കാണാതിരിക്കാനും പറ്റത്തില്ല. അതായത് ഈ ഏതാണ്ട് ഒരു 20-25 ദിവസത്തേക്ക് മുമ്പാണ് രാഹുലിനെ യൂത്ത് കോൺഗ്രസ് ഈ ആരോപണങ്ങൾ വരികയും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അത് പാർട്ടി കൂട്ടായി എടുത്തൊരു തീരുമാനമാണ്. രാഹുലിൻ്റെ എതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് ഗൗരവതരമാണെന്ന് പാർട്ടി കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇത്തരത്തിലുള്ള ഒരു നടപടി. ഒരു പക്ഷെങ്കിൽ മറ്റ് പാർട്ടികളെയൊക്കെ അപേക്ഷിച്ച് കോൺഗ്രസ് ഒരു ശക്തമായ നിലപാട് എടുത്തു എന്ന് അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താനുണ്ടായ സാഹചര്യമൊക്കെ അതുതന്നെയായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുകയും ഇതിന് കാരണക്കാരൻ ആക്ഷേപിച്ചുകൊണ്ട് വി ഡി സതീശനെ കോർണർ ചെയ്തുകൊണ്ടുള്ള ഒരു അറ്റാക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഈ പാർട്ടി എടുത്ത കൂട്ടായ തീരുമാനത്തിന് സതീശൻ മാത്രമാണ് ഉത്തരവാദി എന്നുള്ള മട്ടിലുള്ളൊരു വലിയ തോതിലുള്ള പ്രചരണമാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്നവരും അതിനെ രഹസ്യമായും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഒരു എമർജൻസി കൂടെ അതിനകത്ത് കാണാൻ കഴിഞ്ഞു. ഒരു കാര്യം നോക്കുക, കോൺഗ്രസുമായി ബന്ധമുള്ള പാർട്ടിക്കകത്തെ മുൻ KPCC പ്രസിഡന്റുമാർ, പ്രത്യേകിച്ച് കെ മുരളീധരൻ, അതുപോലെ തന്നെ PM സുധീരനായാലും പിന്നെ രമേശ് ചെന്നിത്തല, അങ്ങനെയുള്ള പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ, KC വേണുഗോപാൽ, പിന്നെ സുരേഷ് കൊടിക്കുന്നിൽ, രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇങ്ങനെയുള്ള പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരെല്ലാം തന്നെ പാർട്ടി എടുത്ത തീരുമാനത്തെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടത്. അപ്പോൾ ഇപ്പോൾ പുതിയൊരു പ്രതിഭാസം എന്ന് പറയുന്നത് ഈ പാർട്ടി എടുത്ത തീരുമാനത്തെ ഒരു തരത്തിലും പുറത്തു വന്ന് പരസ്യമായി വന്ന് പിന്തുണയ്ക്കാത്ത രണ്ടുപേരാണ്. ഒന്ന് PC വിശ്വനാഥും ഷാഫി പറമ്പിലും. അവർ രണ്ടുപേരും പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരാണ്. അതുകൊണ്ടാണ് ഒരു സംശയം ഉണ്ടായിരിക്കുന്നത്, ഇത് എ ഗ്രൂപ്പിൻ്റെ ഒരു നീക്കമാണോ എന്നുള്ളത് രീതി. അതായത് പൊതുവേ പാർട്ടിയിൽ ഇവർ കോൺഗ്രസ്സുകാർ പ്രതീക്ഷിച്ചിരുന്ന ഈ രാഹുൽ സഭയിൽ നിന്ന് വരില്ല എന്നുള്ളതായിരുന്നു. എന്നാലും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വതന്ത്ര അംഗമായിട്ടിരിക്കുകയാണെങ്കിലും പാർട്ടിക്കൊരു ദോഷം വരുന്ന തരത്തിലേക്ക് പോകില്ല. ശ്രദ്ധ മുഴുവൻ ഒരു സർക്കാർ വിരുദ്ധ വിഷയങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്ത് രാഹുൽ വന്ന അനാവശ്യമായ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണ്ട എന്നുള്ള പാർട്ടിക്കകത്ത് തന്നെ ഒരു തീരുമാനം പരസ്യമായി അല്ലെങ്കിൽ രഹസ്യമായി ഉണ്ടായിരുന്നു എന്നാണ് കേട്ടിരുന്നത്. അപ്പോൾ അതാണ് ഈ സർപ്രൈസ് ആയിട്ടുള്ള വരവിൻ്റെ പിന്നിൽ എ ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിക്കുക, അത് പാർട്ടിയിലേക്ക് അത് പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ചില നേതാക്കന്മാരുടെ ഒരു അനുഗ്രഹിച്ചുകൊണ്ട് എന്ന് സംശയം. ഗ്രൂപ്പില്ല എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള വൃത്തികേടുകൾ ഒരു സൈഡിൽ നടക്കുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ നിങ്ങൾ പാർട്ടി AICCയുടെ അറിവോടുകൂടി പാർട്ടി എടുത്തൊരു തീരുമാനത്തിനകത്ത് എങ്ങനെയാണ് ഇത്തരത്തിൽ സൈബർ വിങ്ങുകൾ ഇങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കുന്നു എന്നുള്ളത് അത് അന്വേഷിക്കാനോ അതിന്മേലൊരു നടപടി എടുക്കാനോ ഈ പാർട്ടിക്ക് കഴിയാത്ത രീതിയിലേക്ക് ദുർബലപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് വലിയൊരു സംശയമുണ്ട്. തിരഞ്ഞെടുപ്പിന് 5-6 മാസമേ ഉള്ളൂ. ആ സമയത്ത് നിങ്ങൾ പൊതുശത്രുവിനെതിരെ നിൽക്കേണ്ടതിന് പകരം ഇവിടെ ഈ തരത്തിലുള്ള വൃത്തികേടുകളാണ്, അല്ലെങ്കിൽ നാടോടികളെ പോലെ തമ്മിലടിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യം ഉണ്ടാക്കുന്ന ആരാണ്? ഈ പാർട്ടിക്കകത്തെ എല്ലാ കാലത്തും ഗ്രൂപ്പ് കളിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അവർക്ക് ഗ്രൂപ്പില്ലാതെ നിൽക്കാൻ പറ്റത്തില്ല. പാർട്ടിക്ക് എന്ത് സംഭവിക്കുന്നതൊന്നും അവരെ സംബന്ധിച്ചൊരു പ്രശ്നമേ അല്ല. പാർട്ടി നാണം കെടുകയോ നാണം കെടാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ആയിക്കോട്ടെ. അപ്പോൾ ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ വിശദീകരിക്കാൻ ഇവരൊക്കെ തന്നെ തയ്യാറാകുമോ? അല്ലെങ്കിൽ ഇതേപോലുള്ള വൃത്തികേടുകളെ ഇവർ ന്യായീകരിക്കുകയാണോ? മാന്യന്മാരെന്ന് അടിച്ചുകൊണ്ട് അതങ്ങനെ 100 കൂട്ടം സംശയങ്ങൾ ജനങ്ങൾ ചോദിക്കും. അല്ലെങ്കിൽ ഇതൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന എവിടെയായിരിക്കും? തിരഞ്ഞെടുപ്പിലാണ്. ഈ പറയുന്ന ഇതൊന്നും ആയിരിക്കത്തില്ല. തിരഞ്ഞെടുപ്പിൽ വരുമ്പോൾ കൂട്ടായ ഒരു ആക്രമണം വരുന്നു, കൂട്ടായ രീതിയിൽ ഇതിനെ ചെറുക്കാൻ പോലും അതിനുള്ള സംവിധാനമൊന്നും ഈ പാർട്ടിക്കില്ല. അപ്പോൾ അത് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും സംശയങ്ങൾ ഒരുപാട് നിൽക്കുകയാണ്. അയാൾക്കെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളൊന്നും പൂർണ്ണമായി നിഷേധിക്കാത്ത സാഹചര്യം നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ പാർട്ടി ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയത്ത് ഇതിങ്ങനെ യാദവ് കുലം പോലെ തമ്മിൽ തല്ലി നിൽക്കുകയാണ് ചിലരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി. ഇപ്പോൾ സതീശനെ ദുർബലപ്പെടുത്തുക, സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ സകല പാവഭാരവും സതീശൻ്റെ തലയിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇവർ മാറി നിൽക്കുകയാണ്. അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. സതീശൻ അതിൻ്റെ ഉത്തരവാദിത്വം കേൾക്കുന്ന സാഹചര്യം ഉണ്ടോ ഇല്ലയോ. പക്ഷേ ഇതിനൊക്കെ ഉപരിയായിട്ട് KPCC പ്രസിഡന്റ് എന്നുള്ളൊരു സ്ഥാനത്ത് ഒരാളുണ്ട്. അദ്ദേഹത്തിന് ഇതിനകത്തൊന്നും ഒരു തീരുമാനവും ഇല്ലയോ എന്നുള്ളതാണ്
എല്ലാവരും ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു ലൂസായിട്ടുള്ള സിറ്റുവേഷനിൽ എല്ലാവരും വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടായിട്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് KPCC പ്രസിഡന്റ് ഒരു വാക്ക് പറഞ്ഞാൽ പോരെ? ഇതേപോലുള്ള വൃത്തികേടുകൾ കാണിക്കാൻ പാടില്ല, പാർട്ടി ഒരുമിച്ച് നിൽക്കേണ്ട സമയത്താണ് ഇതേപോലുള്ളവരെ പ്രോത്സാഹിപ്പിക്കരുത്. സതീശനെതിരെ ഇത്രയും വലിയൊരു ആക്രമണം നടന്നപ്പോഴും സണ്ണി ജോസഫ് വന്ന് ശക്തമായി പറയേണ്ടത് ഇത് പാർട്ടിയുടെ തീരുമാനമാണ്, സംഘടനാ തീരുമാനമാണെന്ന് പറഞ്ഞാൽ തീരാവുന്ന വിഷയം ഉണ്ടായിരുന്നല്ലോ. അന്നുണ്ടായില്ല. ഇപ്പം തന്നെ 2 വർക്കിംഗ് പ്രസിഡന്റുമാർ ഈ പറയുന്ന നീക്കങ്ങൾ നടത്തുമ്പോൾ അതിലും ഇടപെടുന്നില്ല. പാർട്ടി ഇതേപോലെ ഒരു പാർട്ടിയുടെ അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ അവിടെ നിങ്ങൾ നട്ടല് കാണിക്കുകയും ധൈര്യം കാണിക്കേണ്ട സമയത്ത് ധൈര്യം കാണിക്കുകയും നട്ടല് കാണിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് അൾട്ടിമേറ്റ്ലി ഇതാരെയാണ് ബാധിക്കുന്നത് ഇവർ പറയണ്ടേ? ഇത് നിങ്ങളുടെ പാർട്ടിയാണ്. നിങ്ങളുടെ പാർട്ടി നാണം കണ്ട അവസ്ഥയിലേക്ക് പോവും ഇല്ലേ? അപ്പോൾ നിലപാടുകൾ സ്വീകരിക്കേണ്ട സമയത്ത് നിലപാട് സ്വീകരിക്കണം. ഒന്നുകിൽ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തില്ല എന്ന് നിങ്ങൾ പറയണം ഇല്ലേ? ഞങ്ങൾ ചേർത്ത് നിർത്താൻ പോവുകയാണ്. നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത്? പിന്നെ ഇവരാരും ചോദിക്കുന്നില്ല മുകേഷിന് നിയമസഭയിൽ വരാമെങ്കിൽ രാഹുൽ വരുന്നതിൽ എന്താണ് തെറ്റ്? അങ്ങനെ ഒരു എന്താ പറയുക, പിന്നെ ഒരു ലോജിക്കലായിട്ടുള്ള ചോദ്യം പോലും ഇവർ ചോദിക്കുന്നത്, അല്ലെ തർക്കത്തിനെങ്കിലും ചോദിക്കണ്ടേ? അങ്ങനെ പോലും ചോദിക്കുന്നില്ല. അപ്പോൾ ഇതെന്തും ആയിക്കോട്ടെ എന്നുള്ളതായിരിക്കാം. അപ്പോൾ അവിടെയാണ് ഈ KPCC പ്രസിഡൻ്റെയൊക്കെ കഴിവില്ലായ്മ പുറത്ത് വരുന്നത്. അദ്ദേഹം ഒരു നിലപാടല്ലേ പറയണ്ടേ പാർട്ടിക്ക് വേണ്ടി? ഹൈക്കമാൻഡ് നിങ്ങളുടെ ഈ നിലപാടുകൾക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എന്താണെന്ന് ചെയ്യേണ്ടത്? പാർട്ടി ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. മറ്റുള്ള അപശബ്ദങ്ങൾ പാടില്ല എന്ന് ഖണ്ഡിതമായിട്ട് പറയാനുള്ള ബാധ്യതയുണ്ട്. അത് മിണ്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വർക്കിംഗ് പ്രസിഡന്റുമാർ തോന്നി പോലും ചെയ്യുന്നത്. വർക്കിംഗ് പ്രസിഡന്റുമാർക്ക് നിർദ്ദേശം കൊടുക്കണം, നിങ്ങൾ ഈ വിഷയത്തിനകത്ത് അനാവശ്യമായ പ്രോത്സാഹനം ഉണ്ടാകുന്നു എന്ന് ഇവിടെ വ്യാപകമായ സംസാരമുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെങ്കിലും പുറത്തോട്ട് വന്ന് രാഹുലിനോട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള നിങ്ങൾ 2 പേരെങ്കിലും പുറത്തു വന്ന് പറയണം, ഞങ്ങൾ ഇത് രാഹുലിനെ പിന്തുണയ്ക്കുന്നില്ല, രാഹുലിൻ്റെ നിലപാടുകളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറയണ്ടേ? പാർട്ടി എടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് അനാവശ്യമായ ഈ തരത്തിലുള്ള രീതിയിൽ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഇട്ട പോലെ നിൽക്കും. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇവരുടെ 2 പേരുടെയും പരസ്യമായോ അതേ മൗനമായോ പിന്തുണ ഈ മൂവ്മെൻറ്റിനുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ്. കാരണം അത് ഉറപ്പാണ്. കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറൊക്കെയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിയമസഭയിലേക്ക് വന്നത്. അപ്പോൾ സംഘടന ഇപ്പം രാഹുലിനൊപ്പം ഉണ്ടെന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാവുകയാണ്. അപ്പോൾ അതിൽ നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞ് മേനി പറഞ്ഞതെല്ലാം വെറും വേസ്റ്റായി മാറിക്കൊണ്ടിരിക്കുന്നു. അല്ല, ഞാനതാ പറഞ്ഞേ, അവിടെയാണ് ഈ പാർട്ടിയുടെ സംഘടനാ നേതൃത്വത്തിലുള്ളവർ പറയേണ്ടത് ഇത് പാടില്ല എന്ന് പറയണം. പാർട്ടി എടുത്ത തീരുമാനത്തിനകത്ത് ഇവർ ഉറച്ചു നിൽക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ. അതായത് സംഘടനയിൽ നിന്ന് നടപടിയെടുത്ത് പുറത്താക്കിയിരിക്കുന്ന ഒരാളെ പോയി തോളെ കൈയിട്ടുകൊണ്ട് പോയി അവരോടൊപ്പം നിന്ന് ഇത് പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന പണി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, ഈ KPCC പ്രസിഡന്റ് എന്ന് പറയുന്ന മഹാന് ഒരു നിലപാട് പറയണ്ടേ? ഇത് പാടില്ല, ഞങ്ങൾ എടുത്തൊരു തീരുമാനമാണ്, കൂട്ടായി എടുത്ത തീരുമാനമാണ്, സംഘടന ദേശീയ തലത്തിൽ ദേശീയ നേതൃത്വമായിട്ട് ആലോചിച്ചെടുത്തൊരു തീരുമാനമാണെന്ന് പരസ്യമായി പറഞ്ഞാൽ എന്താ കുഴപ്പം? അത് പറയുന്നില്ലല്ലോ. അത് പറയാതിരിക്കുകയും ഈ പാർട്ടിക്കകത്ത് അന്തഛിദ്രത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അൾട്ടിമേറ്റ്ലി ആർക്കാണ് ഇതിൻ്റെ നഷ്ടം? നിങ്ങൾ 10 കൊല്ലമായിട്ട് തെണ്ടി തിരിഞ്ഞ് വഴി നടക്കുകയാണ് ഇല്ലേ? അധികാരത്തിന് പുറത്ത് നിങ്ങൾ അധികാരത്തിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാതെ എങ്ങനെയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ പോകുന്നത്? അത് ചോദിക്കത്തില്ലേ? നിങ്ങൾക്ക് ഒരു ഏകാഭിപ്രായം ഒരു കാര്യത്തിനകത്തും ഇല്ല. സംഘടനയുടെ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു കാര്യമില്ല. പാർട്ടിയിൽ വൃത്തികേട് കാണിക്കുന്നവർക്കെതിരെ നടപടിയെടുത്താൽ അവരെ അതിന് മാതൃകാപരമായി ശിക്ഷിച്ച് പുറത്താക്കി നിർത്താനുള്ള കഴിവില്ല. ഒന്നുമില്ലാത്തൊരു പാർട്ടി ആരും വിശ്വസിക്കണം? അങ്ങനെ ഒരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിനെ സംഘടനയെ നയിക്കുന്ന ഒരാളെന്നുള്ളതിൽ KPCC പ്രസിഡന്റ് പറയാനുള്ള ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഭാരവാഹികളെന്ന് പറയുന്നവർക്ക് ബാധ്യതയുണ്ടല്ലോ. അവരല്ലേ ഇത് ആർജവത്തോടുകൂടി ഒന്ന് പറയേണ്ടത്, ഞങ്ങൾ എടുത്ത തീരുമാനം അതിനകത്ത് ഉറച്ചു നിൽക്കുന്നു. അതിന് ചില ന്യായങ്ങളുണ്ട് എന്നാലും പറയണ്ടേ? എന്തുകൊണ്ടാണ് ഇവരാരും ഈ ചെറുപ്പക്കാരും തെറ്റ് ചെയ്തില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ? ഉണ്ടോ? രാഹുൽ മാങ്കൂട്ടം പോലും പറയുന്നത് എൻ്റെ ഫോൺ സംഭാഷണം അല്ല എന്ന് പോലും പറഞ്ഞില്ല. ഇതൊരു നിഷേധിക്കാതിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടല്ലോ. കേസ് കൊടുത്തില്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം. പാർട്ടിക്ക് ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു നടപടിയെടുത്ത്. പോലീസിൻ്റെ കേസോ പെൺകുട്ടികൾ പരാതി കൊടുത്തില്ല എന്നൊക്കെ ഉള്ളത് പിന്നെ സാങ്കേതികമായ സംഭവങ്ങൾ. നിങ്ങളുടെ പാർട്ടി എന്തിനാണ് ഇയാൾക്കെതിരെ നടപടിയെടുത്തു എന്നുള്ളത് അതിന് നിങ്ങൾ വിശദീകരിക്കാൻ ബാധ്യതയുണ്ട്. അതായത് അന്ന് അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതേക്കുറിച്ച് ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ടാണ് നടപടിയെടുത്തതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ നടപടിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണ്ടേ? നിങ്ങൾ അതിൻ്റെ വരുംവരായികളോട് നിങ്ങൾ നോക്കണ്ടേ? അതിനുശേഷം എന്തുവാണ് ഇവിടെ നാട്ടിലിറങ്ങി പിന്നെ ഇയാൾ ചെയ്തതെല്ലാം ശരിയാണെന്നും ഇയാൾ ഗാന്ധിജിയുടെ കൊച്ചച്ഛനാണെന്നുള്ള മട്ടിലുള്ള സംസാരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പാർട്ടിക്ക് നിയന്ത്രണമില്ല. അല്ലെങ്കിൽ ഇത് ഒരു സംഘം ആൾക്കാർ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തിരിക്കുന്ന പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇതേപോലുള്ള വിമത ശബ്ദങ്ങളെയും പാർട്ടി വിരുദ്ധ പരിപാടികളെയും ഇവർ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെ എന്നിട്ട് ഇവർ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ എന്താണ് കൈകൂപ്പിക്കൊണ്ടെന്ന് പറയാൻ പോകുന്നത്? നിങ്ങളെ ആര് വിശ്വസിക്കും? ജനം ചോദിക്കുമല്ലോ. കാരണം ഈ പറയുന്ന പാർട്ടി വിരുദ്ധ പരിപാടി CPM-ലോ BJP-ലോ നടക്കുമോ? നിങ്ങൾ ലോകത്തൊരു പാർട്ടിയിൽ നടക്കരുത്. അത് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പാർട്ടിയിലേ നടക്കുകയുള്ളൂ. കാരണം ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ടാണ്.
നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതികൾ നിൽക്കുമ്പോൾ ഇങ്ങനെ നിങ്ങൾ തമ്മിലടിക്കുകയും നിങ്ങളെ എന്തിനു വിശ്വസിക്കണം? എൻ്റെ ചോദ്യം അതാണ്. നിങ്ങളെ ഈ പാർട്ടിയെ പ്രതിപക്ഷത്തിരിക്കുന്ന നിങ്ങൾ ഭരണത്തിലേക്ക് വരുമെന്ന് പാർട്ടിയെ നിങ്ങളെ എന്തിനു വിശ്വസിക്കണം? നിങ്ങളെ ആര് വിശ്വസിക്കും? നിങ്ങൾ പറയാം, നിങ്ങളുടെ കാര്യത്തിനകത്ത്, നിങ്ങളുടെ പാർട്ടിയെ ബാധിക്കുന്ന കാര്യത്തിനകത്ത് പോലും നിങ്ങൾ ഏകാഭിപ്രായത്തോടുകൂടി നീങ്ങുന്നില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ പോകും? ഈ MLA-മാർ, ഇവരൊക്കെ ഇല്ലേ MLA-മാരായി നാളെ വരേണ്ടി വരും ഇല്ലേ? ഈ സ്വന്തം പാർട്ടിക്കെതിരെ ബോംബിട്ട് തകർക്കാൻ നോക്കുന്നവരെ ആര് വിശ്വസിക്കും? അങ്ങനെയുള്ളവരെ നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ ഇല്ലേ? അത് അവിടെ കോൺഗ്രസ് പ്രേമം അല്ലല്ലോ പ്രശ്നം. ജനങ്ങളിത് കാണുകയല്ലേ. നിങ്ങളിതൊക്കെ എന്ത് ഒളിച്ചു വെക്കാൻ ശ്രമിച്ചാലും പബ്ലിക് ഇതൊക്കെ കാണാം. അവർക്കിതൊക്കെ അറിയാനുള്ള 100 മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ അത് ചാനലുകളിൽ വരുന്ന വാർത്ത വിശ്വസിക്കണമെന്നോ പത്രങ്ങളിൽ വരുന്ന വാർത്ത വിശ്വസിക്കണോ? ജനങ്ങൾക്ക് ഇതൊക്കെ ചോദിച്ചും പറഞ്ഞ് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അവരത് കണ്ടുപിടിക്കും. അപ്പോൾ അവിടെ ആരാണ് തെറ്റുകാരെന്നോ ആരാണ് പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ അറിയാം. നിങ്ങളുടെ സാധ്യതകളെ നിങ്ങൾ തന്നെയാണ് വെള്ളമൊഴിച്ച് കെടുത്തിക്കളയുന്നത്. ആ സാധ്യതകൾ നിങ്ങൾക്ക് ജനങ്ങൾ ഇത് വിട്ടുതരുമ്പോഴും നിങ്ങൾ ഇപ്പോഴും അതിൽ നിൽക്കുകയാണ്. പിണറായിയുടെ 3-ാം ഊഴം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഉത്തരവാദി ആരാണ്? ഈ ഞെളിഞ്ഞു വന്ന് ഈ സഭയിലിരിക്കുന്ന ഈ MLA-മാരാണ്, കോൺഗ്രസിൻ്റെ നേതാക്കളാണ്. അവരാണ് ഇതിന് ഉത്തരവാദി. അവർക്ക് ജനങ്ങൾ അവസരം കൊടുത്തു. ജനങ്ങൾ അവരുടെ തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് ഇത് ചവിട്ടിക്കെടുത്തുന്നത്. അപ്പോൾ നിങ്ങളെ തന്നെയാണ് ജനങ്ങൾ വീണ്ടും ശിക്ഷിക്കുകയുള്ളൂ. അതിനൊന്നും സംശയം വേണ്ട. 2ാമത് വന്നാലോ 3ാമത് വന്നാലോ എല്ലാത്തിനും ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ശവക്കുഴി തോണ്ടുന്നു എന്നുള്ളത് ഒരിക്കൽ കൂടി കേരളത്തിലെ കോൺഗ്രസ് തെളിയിക്കുകയാണ്.